ഒരുപാട് പഴയ വിഷ്വൽസ് അതുപോലെ ബുക്സ് ഒരുപാട് വായിച്ചിരുന്നു ആ സമയത്ത് MGR സാറിനെ കുറിച്ച്. അങ്ങനെയാണ് പിന്നെ അത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഗൗതം പറഞ്ഞിരുന്നു ലൈക്ക് എക്സാക്ട്ലി അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട, അത് ഇന്ദ്രജിത്തിന്റെ സ്റ്റൈലിൽ തന്നെ ചെയ്താൽ മതി, മിമിക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് അത് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ അത് സംവേർ ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെൽ. ഇരുവർ കാണാതെ എങ്ങനെ പിടിച്ചു തന്നു? ഇരുവർ കണ്ടു, ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുവർ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു റോള് വരുമ്പോ ആർക്കാലും ഗോ ടു പടായിട്ട് ഇരുവർ ഉണ്ടാവും. അതെ, അല്ല സി ഈവൻ ഇരുവറിലാണെങ്കിൽ കൂടി ഇപ്പൊ MGR സാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് തന്നെയായിരുന്നു ഗൗതമിനും ആവശ്യം. ഗൗതം പറഞ്ഞു മിമിക് ചെയ്യാൻ പോണ്ട, മിമിക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പെർഫോമൻസ് വിൽ ഫോൾ ഫ്ലാറ്റ്. അപ്പോൾ ഇന്ദ്രജിത്തിന്റെ രീതിയിൽ ആ ഒരു MGR സാറിന്റെ ആ ചേരുവകൾ മനസ്സിലാക്കി ഇന്ദ്രജിത്തിന്റെ രീതിയിൽ പെർഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു യുണീക്നെസ് ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടായത്. ഏതായാലും ആ ഒരു സീരീസ് ഭയങ്കര ക്രിട്ടിക്കൽ അക്ലൈംഡ് ആണ്. ബൈചേട്ടൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും കരിയറിൽ? പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെ അന്തം വിട്ട റോളുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഈ ചാന്ത് പൊട്ടെന്ന് സിനിമ ദിലീപ് ചെയ്ത റോളുണ്ട്, ഭയങ്കര പ്രയാസമാണ് ചെയ്യാൻ. അതെ അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ മാത്രമേ ഈ വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തതിനൊക്കെ നമ്മൾ ബിഹേവ് ചെയ്താൽ മതി, വലിയ അന്തം വിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ബിലീവബിൾ ആണ് ബൈചേട്ടനെ ഒന്ന് പോലീസ് ഓഫീസർ റോളുകളിൽ കാണാനും, രണ്ട് അങ്ങനെ പറയുന്നത് ശരിയാണെന്നറിയില്ല ഉഡായിപ്പ് റോളുകളിൽ കാണാനും ഭയങ്കര എളുപ്പമാണ്. വിശ്വാസ്യത കുറെ ഞാൻ ഉടായ്പ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ കുറച്ച് ഉടായ്പുള്ളവന്മാർ, അത് ഒബ്സർവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത് അഭിനയിക്കാൻ വലിയ പ്രയാസമില്ല. പിന്നെ ചെറുപ്പത്തില് ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി പിന്നെ അതുപോലെ ഞാൻ ജീവിതത്തിൽ SI ആണെന്ന് ആഗ്രഹിച്ച ആളാണ് ജീവിതത്തില്. അപ്പൊ അതുകൊണ്ട് ആ പോലീസ് വേഷം എനിക്ക് ചേരുന്നതാണ്. എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം എങ്ങനെയാണെന്ന്. ഒരുപാട് പോലീസുകാർ കൂട്ടുകാരായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കുറേശ്ശെ ഈ പറഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ ഡയലോഗുകളുടെ കൂടെയുള്ള ബൈചേട്ടൻ അഡീഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് മാട്ടുപട്ടി മച്ചാനില് കമ്പം, തേനി, സ്റ്റാച്യു, പേട്ട എന്ന് പറയുന്ന ആ ഏരിയ ബൈചേട്ടൻ കയ്യിൽ നിന്നിടുന്നതാണ്. ഇപ്പോഴും അങ്ങനെ കയ്യിൽ നിന്നിടാനുള്ള ആവേശം അങ്ങനെയൊക്കെ അവസരം കിട്ടിയ ഇടും. അതിനുണ്ട് നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തു വരുന്ന സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ കൈ എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിരിക്കണം. പക്ഷെ പറയുന്നത് അല്ലെങ്കിൽ അത് പാളും. പറയുന്നത് കറക്റ്റ് അനുയോജ്യമായ സിറ്റുവേഷനിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ദീപക് ഒരു ടാസ്ക് തരാം. ഏറ്റവും അധികം നന്നായി ഉരുളക്കുപ്പേരിയുള്ള മറുപടികൾ പറയുന്നത്, തഗ് ലൈഫ് മറുപടികൾ പറയുന്നത് ഇവരിൽ ആരാണ്? പൃഥ്വിരാജ്, മല്ലിക സുകുമാരൻ, ശ്രീനിവാസൻ, മുകേഷ്, ബൈജു. ബൈജുട്ടൻ എന്താ ബൈജേട്ടൻ പ്രത്യേകത? അല്ല, ബൈജുട്ടൻ ജീവിതത്തിലും അങ്ങനെയാണ്. ഇപ്പൊ സിനിമയിലും മാത്രമല്ല, ഇപ്പം പൃഥ്വിയെ സംബന്ധിച്ചാണെങ്കിലും മുകേഷ് ഏട്ടനെങ്കിലും അവര് സിനിമയിൽ പറയുന്ന ടക്ക് ലൈഫ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. പുള്ളിക്കാരൻ ഞാൻ അതാ കുറച്ചു മുമ്പ് പറഞ്ഞത്, പുള്ളിക്കാരൻ പറയുന്നതെല്ലാം തഗ്ഗാണ്. അത് പുള്ളിക്കാരൻ്റെ നേച്ചറിലുള്ളതാണ്. ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കഴിവാണ് തഗ്. അല്ല, പുള്ളിക്കാരനെ അല്ലാതെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ സാധാരണ സംസാരിക്കത്തില്ലേ, ഇത് ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല, പുള്ളിക്കാരൻ പറയുന്നതിൽ ഒരു തഗ്ഗുണ്ടാവും. ബൈചേട്ടാ, ഈ മകളുടെ വിവാഹമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാർ വന്നിട്ട് പ്രതീക്ഷിച്ച് വരുന്നവരൊക്കെ വന്നോ എന്നുള്ളൊരു ചോദ്യം, അതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതിനൊരു കൊളുത്തുണ്ട്. അപ്പൊ ഉടനെ പറയുന്നത് വിവാദം ഉണ്ടാക്കാനാണല്ലോ മെയിൻ പരിപാടി നിങ്ങളുടെയൊക്കെ. സമയമുള്ളവര് വരും, അല്ലാതെ സൗകര്യമുള്ളവര് വരും, അല്ലാത്തവര് വരില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ വിളിച്ചിട്ട് എന്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ഒരാളുടെയും മക്കളുടെ കല്യാണത്തിന് ഞാൻ പോകില്ല. എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. അല്ലേ? അതെ. പരിഭവമൊന്നുമില്ല, ആരോടും പരിഭവമില്ല, പണക്കമില്ല, ഒന്നുമില്ല. ഈ വിക്കിപീഡിയ പേജ് എടുത്താലേ അതിനകത്ത് ഫിൽമോഗ്രഫി, അക്ലോഡ്സ്, അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ടും കൂടി ഒരു ഏരിയ ഉണ്ട്, വിവാദങ്ങൾ എന്നുള്ളത്. ഇതെപ്പോഴെങ്കിലും എടുത്ത് വായിച്ചിട്ടൊരു സ്വയം പുനർചിന്തനം നോക്കി ഞാൻ ഇനി ഒരു താരത്തെ പോലെ ബിഹേവ് ചെയ്യും, താരത്തിന് മനുഷ്യന്മാരിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട്, അങ്ങനെയല്ല, കുറച്ച് മിതമായി സംസാരിച്ച് ആൾക്കാരെ പോലെയൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാരുണ്ട്. കുറച്ച് സിനിമയിൽ അഭിനയിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മള് വേറെ വലിയ ആളാണ് നമ്മൾ സ്വയം ധരിക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് കുറച്ച് മിതമായിട്ടൊക്കെ സംസാരിച്ച് വളരെ ഉത്തരങ്ങളൊക്കെ ആറ്റിക്കുറുക്കി കൊടുത്ത് അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കാനൊന്നും അത് ഭയങ്കര ആർട്ടിഫിഷ്യലായി പോയില്ലേ. നമ്മളെന്താണോ ജീവിതത്തിൽ, നമ്മുടെ ബിഹേവിയർ എന്താണോ, നമ്മുടെ രീതികൾ എന്താണോ, അതുപോലെ അങ്ങ് ജീവിക്കാന്നുള്ളേ ഉള്ളൂ. കോൺട്രവേഴ്സീസ് ഒന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്നല്ല, അതൊക്കെ സംഭവിക്കേണ്ടതാണ്, അതൊക്കെ വിധിയാണ്, അത് സംഭവിച്ചിരിക്കും, വരേണ്ടതൊക്കെ വരും. ഇപ്പോൾ തിരുവനന്തപുരം എന്നുള്ള സിറ്റിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പൊ ആദ്യ ഷോർട്ട് ഫിലിം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജന്മദേശമാണ്. ആനി അല്ലേ, ആനി തിരുവനന്തപുരത്തെ സ്ക്രീൻ ടെസ്റ്റ് അവിടെ. അതെ അതെ. അപ്പൊ ഈ ട്രിവാൻഡ്രം സിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നമ്മള് ജനിച്ചു വരുന്ന ഒരു ഭൂമികയിൽ നമ്മളൊരു ക്യാരക്ടർ ആവുന്ന അത് ഇപ്പൊ വട്ടുജനും വെട്ടുവിഷ്ണുവിനൊക്കെ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് നമുക്ക് ഞാൻ കണ്ടദാസാറയിലും കാണാൻ പറ്റും. ഒരു നേറ്റിവിറ്റി ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. കാരണം ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്ന്
അവിടെ തന്നെ ഇയാളുടെ സിസ്റ്ററും കൂട്ടി ഒരു വീട്ടിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേറ്റിവിറ്റി തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രത്തിനുണ്ട്. പക്ഷെ അങ്ങനെ തിരുവനന്തപുരം സിറ്റിയുടെ കഥയല്ല, പക്ഷെ തിരുവനന്തപുരം സിറ്റി ബാക്ക്ഡ്രോപ്പിലുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അല്ല ട്രിവാൻഡ്രം എന്താണ് എന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല ഞാൻ കണ്ടതാ സാറേ. പക്ഷെ എന്നാൽ ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് ദ സിനിമ, അത്രേ ഉള്ളൂ. മുംബൈ ടാക്സി എന്നുള്ള സിനിമ ലഭിച്ചത് ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈല് കാരണമാണെന്ന് ഒരു പണ്ടത്തെ അഭിമുഖത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹെയർ സ്റ്റൈൽ തന്നെയാ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം ഓർക്കുമ്പോ. പക്ഷെ ഈ സിനിമയിൽ അതല്ല, ആ ഹെയർ സ്റ്റൈൽ അല്ല. അപ്പം അത് നമ്മളൊരാൾ സ്പോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ചില ആക്ടേഴ്സിനൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടാവും, ബൈച്ചേട്ടനൊക്കെ തഗ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് മാറ്റുന്നത് ഒരു നെല്ലിന്റെ മുടി ജന്മന ഇങ്ങനെയാണ്. ഓരോരുത്തർ എന്തുമാത്രം കാശ് കൊടുക്കുന്നുണ്ടെന്ന് കാക്കി എടുക്കാനായിട്ട്. എനിക്ക് മുംബൈ ടാക്സി ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളെല്ലാം ഒന്നെങ്കിൽ നെക്സ്ലെറ്റ് അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് മറ്റേ ഇടി പിടിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വന്നത്. ചങ്സ് വരെയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അത് കുറച്ച് ഹെൽത്തിന് ദോഷമാണെന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പം ഈ ഐഡന്റിറ്റി പ്രശ്നമുണ്ട്. അതായത് മുടി വെച്ച് പറയുമ്പോൾ നമ്മളെ പേര് ചില ആളുകൾക്ക് ഇപ്പോഴും കൺവിൻസിങ് അല്ല. കാരണം ഞാൻ ആരോടത്തെങ്കിലും മെറീന എന്ന് പറയുമ്പോൾ ഹാപ്പി വെഡിങ്ങിൽ സോഫിയ എന്ന് പറഞ്ഞ പേര് കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഈ നമ്മൾ ചെയ്ത സിനിമ പോലും ആ പാട്ട് പാടുന്ന സീനിലുള്ളത് ഞാനാണെന്ന് പറയുമ്പോഴാണ് ആളുകൾ ഇതാക്കുന്നത്. ബിക്കോസ് ആ സീനിൽ ആ കടുവായി കിടുവ പിടിക്കുന്നതെന്നുള്ള സീൻ പോപ്പുലർ ആയതുകൊണ്ട് അത് അതിലേ അങ്ങ് പോയി. പിന്നെ സോഫിയ എന്ന് പറഞ്ഞ പേരാന്ന് വെച്ചാൽ അപ്പൊ എല്ലാവരുടെയും വിചാരം എന്റെ പേര് സോഫിയ എന്നാ. പക്ഷെ സ്റ്റിൽ ഞാൻ മെറീന എന്ന് പറയുമ്പോഴും ആളുകൾ ചുരുള മുടിയുള്ള ആള് എന്നുള്ള ആ രീതിയിലേക്കാണ് ഐഡന്റിറ്റി പോകുന്നത്. അപ്പൊ സിനിമ ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സിനിമ എന്നിലേക്ക് വരുമ്പോഴൊക്കെ ഈ മുടി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൂടുതൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആൾക്കാർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചെയ്തിരിക്കുന്നതും കുറച്ച് ബോൾഡ് ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോൾഡിനും ഒരു വ്യത്യസ്തത. അതെ, ബോൾഡിന് ഒരു വ്യത്യാസം, ഒരു ട്വിസ്റ്റ്. ഈ ഒരു വട്ടം പക്ഷെ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അത് തുടരെ കിട്ടാൻ ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇന്ദ്രചേട്ടനൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ബേസിക്കലി എനിക്ക് യൂണിഫോം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് ഇത് പറയാനുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി ആണെങ്കിലും പോലീസാണെങ്കിലും അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. യൂണിഫോം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സ്റ്റീരിയോടൈപ്പിക്കലാവും അങ്ങനെയൊന്നുമില്ല. കുറച്ച് പടത്തിലല്ലേ അഭിനയിച്ചുള്ളൂ, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. യൂണിഫോം കുറെ ഇട്ട് സമാധാനമാവട്ടെ. ഇന്ദ്രചേട്ടാ, ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഇലക്ഷൻ എന്നുള്ള സിനിമയുടെ അകത്ത് വന്ന് ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് ഒരു ഓഡി കാറാണ്. ആ ലക്ഷ്യത്തിലെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ അയാൾ കുറച്ച് റിച്ച് ആയിരിക്കും, കുറച്ച് സഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ സംസാരത്തിലായാലും ശരി, ആറ്റിറ്റ്യൂഡിലായാലും അങ്ങനത്തെ ഒരു ഉപകൂൾ കാര്യം പിടിക്കണം, ഒരു റിച്ച്നെസ് കൊണ്ടുവരണം എന്നുള്ളത് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില പ്രോപ്പർട്ടീസ് ഒക്കെ കാണുമ്പോഴാണോ ഇന്ന ക്യാരക്ടറായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുക? പ്രോപ്പർട്ടീസ് വെച്ച് ഞാൻ ക്യാരക്ടേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്യാറില്ല. അത് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മളൊരു ക്യാരക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്.